എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2-3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളുണ്ട്. അവയിൽ ഏറ്റവും ആദ്യത്തേത് പാം ഓയിലിനെ സംബന്ധിച്ചിട്ടുള്ള ചില ആർട്ടിക്കിളാണ്. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് 2037 വരെയുള്ള കാലഘട്ടങ്ങളിലേക്ക് പുതിയ ഒരു നയം രൂപീകരിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് പാം ഓയിലിന്റെ ഫാമിംഗ് അല്ലെങ്കിൽ ഓയിൽ പാം ഫാമിങ്ങിന്റെ വളർച്ചയെ സഹായിക്കുന്ന ചില നടപടിക്രമങ്ങൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഓയിൽ പാം ഫാമിങ്ങിനെ വളർത്താൻ സഹായിക്കുന്നത്, എന്താണ് ഈ ഒരു ഓയിൽ പാം ഫാമിംഗ് കൊണ്ട് ലക്ഷ്യം വെക്കുന്ന ഒബ്ജക്റ്റീവ് എന്താണ്, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിൽ നിന്നും കൂടുതൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കാൻ അല്ലെങ്കിൽ തദ്ദേശീയമായി ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഓയിൽ പാം ഫാമിംഗ് ഇവിടെ തുടങ്ങിയാൽ അല്ലെങ്കിൽ വളർത്തിയെടുക്കുവാനുള്ള ഒരു ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത്തരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ ഒരു പ്രോജക്റ്റ്, അതായത് കഴിഞ്ഞ 5 വർഷമായിട്ട് ഓവർ എ 5-year period the financial outlay for the national mission on edible oil palm national mission MMEOOP will amount to around 11,040 crores, of which 8,844 crores is the share of the central government. അതായത് നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നാഷണൽ മിഷൻ ഫോർ എഡിബിൾ ഓയിൽ പാം എന്ന ഒരു സോഴ്സ് വഴി അല്ലെങ്കിൽ ഒരു ഏജൻസി വഴി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏകദേശം 11,040 കോടിയിലധികം രൂപയാണ് ഈ ഒരു മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ ഏകദേശം എത്രയാണ്, 8,844 കോടി രൂപയും ചെലവഴിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടാണ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകളാണ് ഇതിനകത്ത് ഗവൺമെന്റ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒന്ന്, ഓയിൽ പാം കൾട്ടിവേഷന്റെ അല്ലെങ്കിൽ സ്ഥല പരിധി വളർത്തുക. 2, വിദേശ രാജ്യങ്ങളിൽ നിന്നും എണ്ണ ഇറക്കുമതി, പാം ഓയിൽ ഇറക്കുമതി ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക. അതുവഴി ഉണ്ടാകുന്ന ചില നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവിലേക്ക് പോകാം. The mission hopes to increase oil palm acreage by an additional 6.5 lakh hectares by 2025-26 and grow production of crude palm oil to 11.2 lakh ton by 2025-26 and up to 28 lakh tons by 2039 and 30. 2030 കൂടി ഏകദേശം 11.2 ലക്ഷം ടൺ പാം ഓയിലുകൾ ഈ രാജ്യത്ത് തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. അതിനു വേണ്ടിയിട്ട് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ സ്ഥലങ്ങളിൽ പാം ഓയിൽ കൾട്ടിവേഷൻ അല്ലെങ്കിൽ ഓയിൽ പാം കൾട്ടിവേഷൻ നടത്തണം. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം ചെയ്യുക? പലപ്പോഴും ഇത്തരത്തിലുള്ള പാം ഓയിലിന്റെ വിലയിൽ പല വിദേശ ശക്തികളുടെയും വിദേശ രാജ്യങ്ങളുടെ നയങ്ങൾക്കും ഒരു പങ്കായി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. പലപ്പോഴും എന്താണ്, ഈ രാജ്യം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പാം ഓയിലിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ വിദേശ രാജ്യത്തിന്റെ വിലകളിൽ, വിദേശ രാജ്യത്തിന്റെ നയങ്ങളിൽ അല്ലെങ്കിൽ അവയുമായിട്ട് താദാമ്യം പ്രാപിച്ചിട്ടാണ് പലപ്പോഴും ഡൊമസ്റ്റിക്കലി തദ്ദേശീയമായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന, തദ്ദേശീയമായി വികസിപ്പിച്ച അല്ലെങ്കിൽ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത പാം ഓയിലിന്റെ വിലയും കണക്കാക്കപ്പെടുന്നത്. ദാറ്റ് മീൻസ് വിദേശ രാജ്യത്ത് കൂടിയാൽ ഇവിടെയും കൂടണം, അവിടെ കുറഞ്ഞാൽ ഇവിടെയും കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അവിടെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസൃതമായി ഇന്ത്യയിലും കുറയുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കർഷകർക്ക് നഷ്ടം സംഭവിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, 2014 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിച്ചപ്പോൾ തന്നെ 2014 കൊടുത്തിരിക്കുന്ന, 2014 ശേഷം 2016 കൊടുത്ത ഒരു വലിയ വാഗ്ദാനമാണ് ബൈ 2022 ഈ കർഷകരുടെ വരുമാനം ഇരട്ടിയിലധികമാക്കും എന്നുള്ളത്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന, ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന എണ്ണയുടെ വിലയെ അനുസരിച്ച് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്തിരിക്കുന്ന എണ്ണകളുടെയും ഡൊമസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ
ലോക്കലി ഡെവലപ്ഡ് പാം ഓയിലിന്റെ വില നിശ്ചയിക്കാൻ പോയാൽ ഇറ്റ് മൈറ്റ് ബി റിസൾട്ടഡ് ഇൻ എ കൈൻഡ് ഓഫ് ലോസ് ഫോർ ദിസ് ഫാർമേഴ്സ്. അത്തരത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വില സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു മെഷീനറി അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് പോലൊരു സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഒന്ന്, വിദേശത്തു നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുക. എന്തുകൊണ്ട്? വിദേശത്തു നിന്നുണ്ടാകുന്ന പല പ്രൈസ് ഫ്ലക്ച്വേഷനും ലോക്കലി ഉണ്ടാകാനുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ നിയന്ത്രിക്കുക. രണ്ട്, ഇവയുടെ ഏക്കറേജ്, കൃഷി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ അല്ലെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഓയിൽ പാം കൾട്ടിവേറ്റ് ചെയ്യുക എന്നതും എന്തിന്റെ ഒബ്ജക്റ്റീവാണ്, ഈ ഒരു പ്ലാനിന്റെ ഒബ്ജക്റ്റീവാണ് എന്ന് പറയാം. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്ലാനിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡിപ്പെൻഡൻസ്, വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കുറയ്ക്കുകയും ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒന്ന്, എങ്ങനെയാണ് നമുക്ക് ഇത് അറ്റൈൻ ചെയ്യാൻ സാധിക്കുക? കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഈ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്നത് വഴി നമ്മൾ ഏകദേശം 11.2 ലക്ഷം ടണ്ണ് കൂടുതൽ ഉൽപ്പന്നങ്ങളാണ് 2029-30 വർഷങ്ങളിൽ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഗുണം എന്തായിരിക്കാം? നമുക്ക് എന്താണ് വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ സാരമായി വെട്ടിച്ചുരുക്കാനും നമുക്ക് ചില സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. രണ്ട്, കർഷകർക്ക് ഇത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നത് മൂലം കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഗവൺമെന്റ് മറ്റൊരു മേഖല കൂടി ഈ പ്രൈസ് ഫ്ലക്ച്വേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷനെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡയറക്ട്ലി ഈ മാർക്കറ്റിൽ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു സാധ്യത കൂടി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്? ദ ഗവൺമെന്റ് വിൽ ഡെവലപ്പ് എ മെക്കാനിസം ടു ഫിക്സ് ആൻഡ് റെഗുലേറ്റ് പാം ഓയിൽ പ്രൈസസ്. So if the market is volatile, then the center will pay the difference in prices to the farmers through direct benefit transfer. അതായത് ഏതെങ്കിലും തരത്തിലുള്ള, ഉദാഹരണം, 1 ലിറ്ററിന് 10 രൂപയാണ് മാർക്കറ്റ് വിലയെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന വിലയിൽ 12 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഈ കിട്ടുന്ന അല്ലെങ്കിൽ ബാലൻസ് ഉള്ള ഈ 2 രൂപ കർഷകന്റെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ നേരിട്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കാലാകാലങ്ങളിലേക്ക് നിലനിൽക്കുന്ന ഒന്നല്ല. 2037 നവംബർ 1 വരെയാണ് ഇതിന്റെ ഒരു കാലാവധി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു ലക്ഷ്യമാണ് ഏതെങ്കിലും കോസ്റ്റ് ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്, മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദ മിഷൻ അത് എത്രയാണ്? നമുക്കിപ്പോൾ 12,000 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇനി മുതൽ അത് 29,000 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ദ മിഷൻ വിൽ ഓൾസോ മോർ ദാൻ ഡബിൾ ദ സപ്പോർട്ട് പ്രൊവൈഡഡ് ഫോർ ദ കോസ്റ്റ് ഓഫ് പ്ലാന്റിംഗ് materials, with an increase from 12,000 rupees per hectare to 29,000 per hectare, along with further assistance for maintenance, intercropping, interventions and rejuvenations of old gardens. അതായത് ഒരു ഹെക്ടറിന് 12,000 രൂപയായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവയെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇടവിളകൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ എവിടെയാണ് 12,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇതിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഏകദേശം ഇരട്ടിയിലധികം, അതായത് 29,000 രൂപയാണ് ഓരോ ഹെക്ടറിനും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ 2.5 ഏക്കറിനും, അതായത് ഓരോ ഹെക്ടറിനും അഡീഷണൽ 29,000 രൂപയുടെ ഒരു സപ്പോർട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്ത മറ്റൊരു, അല്ലെങ്കിൽ ദ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് അപ്രൂവ്ഡ് എ റിവൈവൽ പാക്കേജ് ഓഫ് 77.45 crore rupees for the revival of the Northeastern Regional Agricultural Marketing Corporation to provide marketing and post-harvest process support to the farmers. ഇതൊക്കെയാണ് നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സർക്കാരിന്റെ പുതിയ കർഷക
അനുകൂലമായിട്ടുള്ള കാർഷിക അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില നടപടികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഓരോ പോയിന്റ് വൈസ് ഒന്ന് നോക്കാം. നാഷണൽ മിഷൻ ഓൺ എഡിബിൾ ഓയിൽ പാം എന്ന ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സാധ്യത നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ രാജ്യത്ത് ഓയിൽ പാമുകളുടെ കൾട്ടിവേഷന്റെ അളവുകൾ കൂട്ടുക എന്നുള്ളതാണ്. 2029-30 വർഷമാകുമ്പോൾ ഏകദേശം 28 ലക്ഷം ടൺ, 2025-26 ആകുമ്പോൾ 11.2 ലക്ഷവും, 29-30 കാലഘട്ടമാകുമ്പോൾ 28 ലക്ഷം ടൺ പ്രൊഡക്ഷൻ ആണ് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ കണ്ടെയ്ൻ ചെയ്യുക. ലോക്കൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി തദ്ദേശീയമായി വികസിപ്പിക്കുന്ന, തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഓയിൽ പാം അല്ലെങ്കിൽ പാം ഓയിലുകളുടെ വില സ്ഥിരത ഉറപ്പുവരുത്തുന്ന നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു പ്രൊഡക്ഷൻ ഏക്കറേജ് കൂട്ടാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യുന്ന അടുത്ത ഒരു സാധ്യതയാണ്, അടുത്ത ഒരു എയ്ഡ് ആണ് ഒരു ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. ആർക്ക്? കസ്റ്റമേഴ്സിന്. അതായത് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ മാർക്കറ്റ് വോളറ്റൈൽ ആയാൽ, വില ഇടിഞ്ഞാൽ നഷ്ടമുണ്ടാകുന്ന തുക കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഗവൺമെന്റ് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പ്രോഗ്രാം നവംബർ 1, 2037 വരെയാണ് മാത്രമാണ് നിലവിൽ നിൽക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിരുന്നു ഗവൺമെന്റ്, അതായത് കോസ്റ്റ് ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ പെർ ഹെക്ടർ, അതായത് 2.5 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് വേണ്ടുന്ന ചെലവുകൾ, അതായത് പ്ലാന്റ് നടുന്നതിന് വേണ്ടിയിട്ട്, അവയുടെ വളം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇടവിള കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരുന്നത് 12,000 രൂപയായിരുന്നു. എന്നാൽ അതിന് ഇരട്ടിയിലധികം, ഏകദേശം 29,000 രൂപ ഒരു ഹെക്ടറിന് നൽകുന്ന ഒരു സാധ്യത ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു സപ്പോർട്ടാണ് ഇന്ത്യൻ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 77.45 കോടി രൂപ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ട് നൽകുന്നത്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് കോർപ്പറേഷൻസിനെ റിവൈവ് ചെയ്യാനും അവയ്ക്ക് കൂടുതൽ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഫണ്ടിനാണ് 77.45 കോടി രൂപയുടെ അഡീഷണൽ ധനസഹായമാണ് നാഷണൽ അല്ലെങ്കിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ പാം ഓയിലുകൾ അല്ലെങ്കിൽ ഓയിൽ പാം കൃഷി ഉള്ളതെന്ന് നോക്കാം. കേരളത്തിലുണ്ട്, ഗോവ, കർണാടക, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഓയിൽ പാം കൾട്ടിവേഷൻ കാണാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2029-30 കാലഘട്ടമാകുമ്പോൾ ഏകദേശം 28 ലക്ഷം ടൺ ഓയിൽ ആണ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഈ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓയിൽ പാം കൾട്ടിവേഷൻ ഉള്ളത് കർണാടകത്തിലാണ്. ഈ ഒരു ഗ്രാഫ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇതൊരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് നമുക്ക് ഓയിൽ പാം കൾട്ടിവേഷൻ ഉള്ളത് എന്നുള്ളത്. ഗുജറാത്ത് ഉണ്ട്, ഛത്തീസ്ഗഡ്, ഒഡീഷ, തെലങ്കാന, മഹാരാഷ്ട്ര, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, കേരള, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഓയിൽ പാം കൾട്ടിവേഷൻ കാണാൻ സാധിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് തിവ ട്രൈബ് എന്നെ കുറിച്ചിട്ടും അവരുടെ വാഞ്ചുവ ഫെസ്റ്റിവലിനെ കുറിച്ചും ചിലപ്പോൾ പ്രിലിംസിന്റെ ആർട്ടിന്റെ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്ത് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ തിവ ട്രൈബ് എന്താണെന്ന് നോക്കാം. തിവ ട്രൈബ്സ് അല്ലെങ്കിൽ തിവ ഓൾസോ നോൺ ആസ് ലാലുങ് live both in the hills and plains of Assam and Meghalaya district. ആസാമിലും മേഘാലയയിലുമാണ് ഇവരെ കാണപ്പെടുക, അല്ലെങ്കിൽ ഈ തിവ ട്രൈബിനെ നമുക്ക് കാണാൻ സാധിക്കുക. തിവ മീൻസ് പീപ്പിൾ who were lifted from below. വളരെ താഴെക്കടയിൽ നിന്നും ഉന്നതിയിലേക്ക് ഉയർത്തപ്പെട്ട ആൾ എന്ന അർത്ഥത്തിലാണ് തിവ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. They are recognized as scheduled tribe within the state of Assam. ആസാമിലാണ് ഇവരെ ST അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ട് കണക്കാക്കുന്നത്. In the month of April,
Kher Chava festival is celebrated by Thiva tribe at the close of harvest season. ഇത് നോർത്ത് വയ്ക്കുക. ചിലപ്പോൾ പ്രിലിംസിനൊക്കെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. The hill Thiva villages are habitual to the jhum cultivation, horticulture, vegetables, and the crops which are cultivable in the area. They speak Tibeto-Burman language. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ട് പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ്. നമുക്ക് അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, Thiva, also known as Lalum, is an indigenous community inhabiting the states of Assam and Meghalaya and are also found in some part of Arunachal Pradesh and Manipur. ഇപ്പൊ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് ഇവരുടെ ആ സ്ഥലം എന്ന് പറഞ്ഞ ആസാമും മേഘാലയമാണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ എന്താണ് അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും വളരെ കുറഞ്ഞ കാലഘട്ടത്തിലെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ അളവിലെങ്കിലും കുറഞ്ഞ നമ്പറിലെങ്കിലും ഈ തിവ കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാൻ സാധിക്കും. ഇതും വേണമെങ്കിൽ നമുക്ക് UPSCയുടെ പ്രിലിമിനറിക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. തിവ പീപ്പിൾ ആർ indigenous community inhabiting the states of Assam and Meghalaya only. അല്ല, അരുണാചൽ പ്രദേശിലും മണിപ്പൂരിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. They are recognized as a scheduled tribe within the state of Assam, but they still do not get the benefit or ST status in the state of Meghalaya. They are divided into two subgroups, Hill Thiva and Plains Thiva, which have contrasting cultural features. നമ്മൾ കഴിഞ്ഞ കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. Hill Thiva, they live in the westernmost areas of Karbi Anglong district. They speak Tibeto-Burman language. In most cases, the husband goes to live in her wife's family settlement and their children are included in their mother's clan. One half of them follow their traditional religion. It is based on the worship of local deities. The other half has been converted to Christianity since 1950s. പലപ്പോഴും എന്താണ്, കല്യാണം കഴിച്ച ഹിൽ തിവയിലുള്ള വിഭാഗത്തിലെ സ്ത്രീകളുടെ വീട്ടിലേക്കാണ് പുരുഷന്മാർ പോവുകയും അവരുടെ മക്കളുണ്ടായാൽ സ്ത്രീകളുടെ ക്ലാനിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലീനിയേജ് ആണ് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യുക. അതുപോലെ പ്ലെയിൻസ് തിവ, they live on the flatlands of southern bank of Brahmaputra Valley. The vast majority speak Assamese as their mother tongue. Their descent system is patrilineal. Their religion shares many elements with Assamese Hinduism but remains specific. They practice jhum or shifting cultivation. പലപ്പോഴും എന്താണ് ഇവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ജൂമിങ് കൾട്ടിവേഷൻ ആണ്. അതായത് വെട്ടി ഇടുകയും തീ കത്തിക്കുകയും അവിടെ കൃഷി ചെയ്യുകയും ഫലഭൂഷ്ഠിത കുറയുമ്പോൾ അടുത്ത സ്ഥലം തേടിയെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ജൂം കൾട്ടിവേഷൻ. ഈ തിവ ട്രൈബ് അത്തരത്തിലുള്ള ഒരു ജൂം അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന വിഭാഗമാണ്. ദ മെയിൻ ഫെസ്റ്റിവൽസ് ഓഫ് തിവ ട്രൈബ്സ് ആർ ത്രീ പിസു, ബാറോത്ത് ഉത്സവ്, സൗഗ്ര പൂജ, വാഞ്ചുവ, ജൊൻബീൽ മേള, കബ്ല, ലോങ്കോൺ പി പൂജ and Yangli Puja. Pig is the staple part of their diet and their culture. അവരുടെ ആഹാരത്തിൽ പോർക്കിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ പോർക്കിന്റെ ഉപയോഗം വളരെ കൂടുതലുള്ള വിഭാഗമാണ് ഈ തിവ ട്രൈബ്. Wanchua festival. This is a festival celebrated by Tiwa tribesmen to mark their good harvest. വിളവെടുപ്പിനോടനുബന്ധിച്ചിട്ടാണ് തിവ ഫെസ്റ്റിവൽ, തിവ വാഞ്ചുവ ഫെസ്റ്റിവൽ എന്ന ഒരു ഫെസ്റ്റിവൽ ആചരിക്കുന്നത്. It comes with songs, dances, bunch of rituals and people clad in their native attires. The people of Tiwa tribe associate the bountiful harvest with the higher power from the nature. This takes the form of pig skulls and bones which act as deities and are preserved through many generations. People do plenty of makeup in the form of paste made of rice powder. They participate in or dance with this makeup. ഒരു നമുക്കറിയാം നമ്മളുടെ സൗത്ത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചുട്ടിയിടുന്ന പോലെ, അതായത് കഥകളിക്കൊക്കെ ചുട്ടി ഉപയോഗിക്കുന്ന പോലെ തന്നെയുള്ള ഒരു മാസ്ക് ഇവരിത് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് അവർ ഈ ഡാൻസ് ഫോംസിൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ കഥകളിയായിട്ട് സിമിലാരിറ്റി ഒന്നുമില്ല എങ്കിൽ പോലും കഥകളിയുടെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു മേക്കപ്പ് അറ്റയർ ഇവിടെയും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. വിത്ത് ബാംബു സ്റ്റിക്സ് ഇൻ ഹാൻഡ്, ദ പീപ്പിൾ പ്രൊസീഡ് ടു rhythmically beat the rice powder and occasionally pose to move around the circle. അതായത് ഉരലിനകത്ത്
അരി ഇടിച്ചുകൊണ്ടാണ് ഈ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതായത് ഒരു കൂട്ടം ആളുകൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അവരുടെ ഉരുളുകളിൽ അരി വെക്കുകയും അവരുടെ ഒലക്ക കൊണ്ട് ഇടിച്ച് അരി പൊടിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ താളത്തിൽ ചുവട് വെച്ചുകൊണ്ടാണ് ഈ ഒരു വാൻഷ്വ ഫെസ്റ്റിവൽ ഇവർ ആചരിക്കുന്നത്. Divas pray for a bountiful harvest as well as protection from pests and natural calamities. അതായത് ഇത് പലപ്പോഴും എന്താണ്, ഇവർക്ക് കിട്ടിയ നല്ല ക്രോപ്പ് അല്ലെങ്കിൽ നല്ല വിളവെടുപ്പിന് നന്ദി സൂചകമായിട്ട് ദൈവത്തോട് ചെയ്യുന്ന ഒരു ആരാധനയാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. അതിനൊപ്പം തന്നെ ഇവർ പലപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കാൻ വേണ്ടി, എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയ്ക്കും അതായത് പെസ്റ്റുകളിൽ നിന്ന് സംരക്ഷണം നൽകിയതിനുമൊക്കെ അല്ലെങ്കിൽ അവരുടെ വിളകളെ സംരക്ഷിച്ചതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ വാൻജുവ ഫെസ്റ്റിവൽ ഉൾക്കൊള്ളിക്കുന്നത്. അടുത്തത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ നമ്മുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു നേവൽ എക്സസൈസ് ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു മാപ്പ് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇവിടെ ആൻഡമാൻ സീ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡമാൻ സീ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ജാവ സീ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ആണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക എന്ന് പറയപ്പെടുന്ന സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഈ ജക്കാർത്ത എന്ന് ഓർത്ത് വെക്കുക, സുമാട്ര ഓർത്ത് വെക്കുക, ജാവ, ഇതൊക്കെയും ഐലൻഡുകളാണ്. അതുപോലെ തന്നെ എന്താണ് ജാവ സീ ഇവിടെയുണ്ട്. സൗത്ത് ചൈന സീ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൗത്ത് ചൈന സീയുടെ കൂടെയുള്ളത് ഏതൊക്കെയാണ്? ജാവ സീ അല്ല, സൗത്ത് ചൈന സീയും സ്ട്രെയിറ്റ് ഓഫ് മലാക്കയും കൂടെ ആൻഡമാൻ സീയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് സ്ട്രെയിറ്റ് ഓഫ് മലാക്ക. ഗൾഫ് ഓഫ് തായ്ലൻഡ്, അവിടെ തായ്ലൻഡ് അതുപോലെ തന്നെ വിയറ്റ്നാം ഇതിന്റെ അടുത്താണ്. ഇതിന്റെ അടുത്ത് ഈ ഗൾഫ് ഓഫ് തായ്ലൻഡിന്റെ തീരം ഷെയർ ചെയ്യുന്ന ഒന്നാണ് വിയറ്റ്നാം. വിയറ്റ്നാമിന്റെ അല്ലെങ്കിൽ വിയറ്റ്നാമിന്റെ കിഴക്കൻ തീരങ്ങളിൽ എന്താണ് സൗത്ത് ചൈന സീ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. വിയറ്റ്നാമിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രൂണി എന്ന രാജ്യമാണ്. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എന്താണ്, അതുപോലെ തന്നെ ഇവിടെ ഒരു മധുരയുണ്ട്, ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എന്താണ് കൊളംബോസ് സീ, ഫിലിപ്പൈൻസിന്റെ കിഴക്കുവശത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഫിലിപ്പൈൻ സീ കാണാൻ പറ്റുന്നത്. ഫിലിപ്പൈൻസിന്റെ പടിഞ്ഞാറ് വശത്ത് നമുക്ക് എന്താണ് സൗത്ത് ചൈന സീ ആണ് നമ്മളുടെ കാണാൻ സാധിക്കുക. അപ്പം ഇത്തരത്തിലൊക്കെയാണ് ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യൻ ഓഷ്യൻ ആണ് നമുക്ക് ഇതിന്റെ പടിഞ്ഞാറ് വശത്ത് സദേൺ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്തോനേഷ്യയുടെ പടിഞ്ഞാറ് വശത്തും സദേൺ പോയിന്റിലും കാണുന്നത് ഇന്ത്യൻ ഓഷ്യൻ ആണ്. The navies of India and Vietnam undertook a bilateral exercise in the South China Sea. അതായത് ഇന്തോനേഷ്യ അല്ല, വിയറ്റ്നാമും ഇന്ത്യയും ചേർന്നിട്ട് സൗത്ത് ചൈന സീയിലാണ് നമ്മൾ എന്ത് നടത്തുന്നത്? ഈ ഒരു നേവൽ എക്സസൈസ് നടത്തുന്നത്. നമുക്കറിയാം 4 frontline ships the Indian Navy are on overseas deployment of over 2 months to Southeast Asia, South China Sea and Western Pacific, during which they are undertaking a series of port calls and exercise. This visit also hold a special importance as Indian naval ships celebrated the country's 75th Independence Day in Vietnam. അതിനകത്ത് നമുക്ക് ഓർക്കേണ്ടത് എന്താണ്? ഇതിനകത്ത് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ്. കാംഡ്ര എന്ന ഒരു പോർട്ട് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? കാംഡ്രാൻ എന്ന പോർട്ട് കാണാൻ സാധിക്കുന്ന എവിടെയാണ്? വിയറ്റ്നാമിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ നമ്മളുടെ ഏതൊക്കെ ഷിപ്പുകളാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഷിപ്പുകളാണ് നമുക്ക് അവിടെ ഒരു ജോയിന്റ് നേവൽ എക്സസൈസിന് വേണ്ടി ഇന്ത്യ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ് എന്നതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS റൺവിജയ് ആൻഡ് മിസൈൽ കോർവേറ്റ് INS കൊറ. ഈ രണ്ട് തലത്തിലുള്ള ഷിപ്പുകളാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? ഈ ജോയിന്റ് നേവി എക്സസൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാംറാൻ എന്ന ഒരു ബോട്ട് നമുക്ക് എവിടെയാണ്? വിയറ്റ്നാമിലാണ് കാണുന്നത്. അപ്പം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എടുത്തു വയ്ക്കുക. ഇനി കുറച്ച് ലിസ്റ്റുകളാണ് നമ്മുടെ രാജ്യത്ത് വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് നടത്തിയ നേവൽ എക്സസൈസിന്റെ ചില പേരുകളാണ്. മലബാർ 20 phase 1, ജപ്പാൻ, ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മലബാർ എക്സസൈസ് നമ്മൾ പങ്കെടുക്കുന്നത്. സ്ലൈനക്സ് 20 ശ്രീലങ്കയുമായിട്ടായിരുന്നു.
ബോൻകോ സാഗർ ഇൻ ബിയൻ കോർപാത്ത് ബംഗ്ലാദേശുമായിട്ടാണ്. ജിമക്സ് ജപ്പാൻ, നസീം അൽ ബാർ ഓർ സീ ബ്രീസ് എന്നത് ഒമാനുമായിട്ടാണ് നമ്മൾ ചേർന്ന് നടത്തിയത്. ഇന്ദ്ര വിത്ത് റഷ്യ, സയർ അൽ ബാർ റോഡ് ഓഫ് ദ സീ ഖത്തറുമായിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ചിലപ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നസീം അൽ ബാർ റോർ ഓഫ് ദ സീ അല്ലെങ്കിൽ സയർ അൽ ബാർ തുടങ്ങിയത് തിരിഞ്ഞു പോകരുത്. നസീം അൽ ബാർ ഒമാനുമായിട്ടും സയർ അൽ ബാർ ഖത്തറുമായിട്ടാണ് നമ്മൾ ചെയ്തത്. സമുദ്രശക്തി ഇന്തോനേഷ്യ, ഇൻഡോ തായ് കോർപാറ്റ് തായ്ലൻഡ്, എംകോട്ട് 19 മ്യാൻമർ, സിംബെക് സിംഗപ്പൂർ, വരുണ വിത്ത് ഫ്രാൻസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നമ്മളുടെ നേവൽ എക്സസൈസ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഈ ഒരു ലിസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം എന്നല്ല, ഏത് രാജ്യമാണ് ചിലപ്പോൾ ഇത് മാച്ച് ദ ഫോളോവിങ്ങിനൊക്കെ UPSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് ഈ 12 ഇത് കൃത്യമായിട്ടൊന്ന് വായിക്കാനും ഓർത്ത് വെക്കാനും ശ്രദ്ധിക്കുക. So that's all for today. Have a great day.